എല്ലാവർക്കും നമസ്കാരം. ഒരു വർഷം മുഴുവനും ഐശ്വര്യമുണ്ടാകാൻ വർഷാരംഭത്തിൻ്റെ മംഗളകരമായ തുടക്കം കുറിക്കുകയാണ് വിഷുക്കണിയുടെ ലക്ഷ്യം. രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു. ഈ ദിവസം പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും. പണ്ടുകാലത്ത് മേടം 1 വർഷാരംഭമായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ വിഷു ആണ്ടുപിറപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലും വിഷു ദിനമാണ് അവരുടെ പുതുവർഷമായി ആഘോഷിക്കുന്നത്. വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് വിഷുക്കണിയാണ്. അതെ, വിഷുക്കണി വളരെ പ്രധാനമാണ്. ഇന്നത്തെ വീഡിയോയിൽ വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കേണ്ടതെന്നും വിഷുക്കണി എപ്പോഴാണ് കാണേണ്ടതെന്നും നമുക്ക് മനസ്സിലാക്കാം. വിഷുക്കണി ഒരുക്കുന്നതിന് മുമ്പ് വീടും പരിസരവും നന്നായി വൃത്തിയാക്കണം. പൂജാമുറി ഉള്ളവർക്ക് പൂജാമുറിയിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തോ കണി വയ്ക്കാവുന്നതാണ്. കണി വയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണി വയ്ക്കാൻ ഉദ്ദേശിച്ച സ്ഥലം മഞ്ഞൾ വെള്ളമോ ഉപ്പുവെള്ളമോ ഉപയോഗിച്ച് തുടയ്ക്കാവുന്നതാണ്. ശ്രീകൃഷ്ണൻ്റെ ചിത്രത്തിനോ പ്രതിമയ്ക്കോ മുമ്പിൽ കണി വയ്ക്കാവുന്നതാണ്. ശ്രീകൃഷ്ണ വിഗ്രഹമാണെങ്കിലും ചിത്രമാണെങ്കിലും അത് നിലത്ത് വയ്ക്കാൻ പാടില്ല, ഒരു പീഠത്തിന് മുകളിൽ വയ്ക്കാവുന്നതാണ്. ശ്രീകൃഷ്ണ രൂപം മാല ചാർത്തി അലങ്കരിക്കാവുന്നതാണ്. തുളസി മാലയോ മുല്ലപ്പൂക്കൾ കൊണ്ടുള്ള മാലയോ മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള മാലയോ നിങ്ങൾക്ക് ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് ചാർത്താവുന്നതാണ്. സാധാരണ ഓട്ടുരുളിയിലാണ് കണി വയ്ക്കാറുള്ളത്. ഉരുളിയില്ലാത്തവർക്ക് വൃത്തിയുള്ള പാത്രങ്ങളിൽ കണി വയ്ക്കാവുന്നതാണ്. ഒരു ഓട്ടുരുളിയിൽ ഉണക്കലരിയിട്ട് അതിൽ ചക്ക, മാങ്ങ, വെള്ളരിക്ക, നാളികേരം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വയ്ക്കാവുന്നതാണ്. അതിന് ഏറ്റവും മുകളിലായിട്ട് കണിക്കൊന്ന വയ്ക്കണം. കൊന്നപ്പൂ നിർബന്ധമാണ്. കണിയിൽ ഏറ്റവും പ്രധാനം കൊന്നപ്പൂവിനാണ്. ഒരു തട്ടത്തിൽ വാൽക്കണ്ണാടി, ഗ്രന്ഥം, കൺമഷി, ചാന്ത്, സ്വർണം ഇവയെല്ലാം വയ്ക്കാം. ഇതിൽ അലക്കിയ വസ്ത്രമോ കോടിമുണ്ടോ വയ്ക്കാം. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് വെക്കുന്നത്. അലക്കിയ വസ്ത്രവും വയ്ക്കാം, കോടിമുണ്ടും വയ്ക്കാവുന്നതാണ്. ഒരു പാത്രത്തിൽ നാണയങ്ങളും ഇട്ട് വയ്ക്കണം. സമീപത്തായി ഒരു നിലവിളക്ക് തെളിയിച്ചു വയ്ക്കേണ്ടതാണ്. ഇങ്ങനെ കണി രാത്രിയിൽ തയ്യാറാക്കി വെച്ചിട്ട് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ കണി കാണാവുന്നതാണ്. കണി കാണാൻ ഏറ്റവും നല്ല സമയം 4:30 തൊട്ട് 5:30 വരെയുള്ള സമയത്താണ്. വിഷുക്കണി കഴിഞ്ഞാൽ പ്രധാനം വിഷുക്കൈനീട്ടമാണ്. വിഗ്രഹത്തിന് മുന്നിൽ നിന്നും കണിക്കൊന്നയും ചേർത്ത് ഒരു നാണയം ഗൃഹനാഥനോ ഗൃഹനാഥയോ എല്ലാവർക്കും നൽകണം. കൈനീട്ടം ലഭിക്കുന്ന നാണയം അടുത്ത ഒരു വർഷം സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കണി കണ്ട ശേഷം ഉറങ്ങാനും പാടില്ല. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ.